ഞാൻ രാവിലെ എടുത്ത് നേരെ പോകുന്ന നമ്മളെ കൊല്ലക്കാർ പരമ്പരാഗതമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്താണ്. ഇടയ്ക്കെന്നെ വിദേശത്തൊക്കെ കൊണ്ടുവരുള്ള ഗൂഗിൾ ഏജന്റ് ഇവിടെ ചതിച്ചു. ഒരു നിമിഷം റേഞ്ചിൽ വന്നപ്പോഴത്തേക്ക് ഗൂഗിൾ ഏജന്റ് ഒരു പാലത്തിന് മേളിൽ അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് നമ്മുടെ സ്പോട്ടിലോട്ട് പോയി. ഒഴിക്കല നമുക്ക് ഏവിറ്റിയുടെ ഇതുപോലത്തെ ബോർഡ്, ഏവിറ്റിയുടെ ബോർഡ് മാത്രമല്ല സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ കള്ളന്മാർ ഇവിടെ ഒളിച്ചിരിക്കുന്നത് നമ്മളവനെ കണ്ടെന്നുണ്ടപ്പോഴത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കണം. അങ്ങനെ വിട്ടുകൊടുത്ത് ശരിയാവത്തില്ല. ഒടുവിൽ നീലക്കൊല്ലെ പോലെ ക്യാമറ ഇങ്ങോട്ട് പുറകെ അപ്പോഴല്ലേ മനസ്സിലായത് അവൻ മാത്രമല്ലായിരുന്നു, അവന്റെ പുറകെ ഒരു KGF തന്നെ ഉണ്ടായിരുന്നു. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? അവസാനം തെണ്ടി തിരിഞ്ഞ് നമ്മുടെ സ്പോട്ടിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ബ്യൂട്ടിഫുൾ സ്ഥലം, നമ്മുടെ കൊല്ലക്കാരുടെ സ്വന്തം ചാലിക്കര അക്കോടക്ക്. ഈ പാലം ഫോണിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ച പ്രേമത്തിൽ സൈക്കിളായിട്ട് ഓടുന്ന ഈ പാലമാണ്. പക്ഷെ ആ പാലല്ല ഈ പാലം. പിന്നെ പാലത്തിലോട്ട് കയറുന്ന വഴിക്ക് ഇതുപോലത്തെ ഒരു വെള്ളം പോകുന്ന സാധനം, അതുപോലെ തന്നെ ഇപ്പുറത്തുണ്ട് ഇതുപോലൊരു സാധനം. ഇവിടെ ഇതുപോലെ കുറെ സാധനം. പക്ഷെ എനിക്കൊരു തേങ്ങ അറിയാവുന്ന ഒരു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. പിന്നെ വല്ല കാറ്റടിച്ച് അതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ചാടി അതിനകത്തൊക്കെ വീണ് കഴിഞ്ഞാൽ കയറാൻ പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ അവിടെ വായി നോക്കി പാലത്തിന്റെ ഇടയിലോട്ട് ഒരു സ്റ്റെപ്പ്. ബാക്കി എല്ലായിടത്തും കാട് പിടിച്ച് കിടക്കണമെങ്കിൽ ഇവിടെ ഒരു സ്പേസ് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കണം. മുകളിൽ മാത്രമല്ല താഴേക്കടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഈ വെള്ളം ഒഴുകുന്ന സൗണ്ട് ഒക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക എന്ത് രസമാണെന്നറിയോ, വല്ലാത്തൊരു രസം. പിന്നെ ഇവിടെ വന്നു പോയവരൊക്കെ അവരവരുടെ പേരൊക്കെ എഴുതി വെച്ചു. ഇതിനകത്ത് പേരെഴുതിയവരാരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഹാജർ വിളിച്ചു. ഇനി ഞാൻ എഴുതിയില്ലെന്ന് വെച്ച് വിഷമം വേണ്ട, ഞാനും എഴുതി നമ്മളുടെ പേര് അതും അങ്ങ് വലിപ്പത്തിൽ. പിന്നെ അതിന്റെ അടിയിലൊക്കെ പോയിട്ട് ഫോർച്ചുകാർ പിടിച്ചോണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു ഞാനങ്ങ് മേളിൽ. പിന്നെ ഈ കൈവരിയിലൊക്കെ പിടിച്ച് വെള്ളത്തിലോട്ട് നോക്കുന്നവരുടെ ശ്രദ്ധിക്കും. ഇതൊക്കെ നല്ല വൃത്തിക്ക് അങ്ങ് പോയിരിക്കണം, ഡയറക്റ്റ് വെള്ളത്തിൽ പോകും. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവരുടെ ശ്രദ്ധിക്കും. സൂക്ഷിച്ചും കണ്ട് നിന്ന് കഴിഞ്ഞാൽ റീലും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ പോകും. അല്ലെങ്കിൽ ഒഴുകി പോകുന്ന വെള്ളത്തിൽ നിന്ന് വലയിട്ട് പിടിക്കേണ്ടി വരും. നമ്മളുടെ ഈ സ്പോട്ടിലോട്ട് വരാൻ വേണ്ടി പുനലൂരിൽ നിന്ന് വെറും 6 കിലോമീറ്റർ. ലൊക്കേഷൻ വേണ്ടവർക്ക് ചാലിക്കര അക്കോടക്ക് നടിച്ചാൽ മതി. റേഞ്ച് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ തന്നെ ആസ്വാദനം കുറച്ച് കൂടി പോയപ്പോഴത്തേക്ക് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ വീട്ടിൽ. അപ്പൊ ബാക്കി പിന്നെ